അടിപൊളി. അപ്പോൾ ഒരാഴ്ച ആരോടും ചൂടാവരുത്. ശ്രമിക്കാം. ഇത് വീണ എനിക്ക് ഇതിൻ്റെ 11 ടാറ്റു കാണിച്ചു തരണം. ആ പിന്നെ അതൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. അത് ചെയ്യണം. ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ദ ഗെയിം. നീ അറിയ ഓക്കെ മൈ ടേൺ. ക്ലീൻ ഷേവ് ചെയ്യണം. അയ്യേ, പാർട്ട് ഓഫ് ദ ഗെയിം. അടിപൊളി. സൂസൻ മാഡം പറഞ്ഞ ഒരു ലവറില്ലേ, അത് മാഡം തന്നെയാണ്. ജൂനിയറും കോപ്പൊന്നും അല്ല. കണ്ട, നിങ്ങളെ പ്രേമം പൊളിക്കാൻ എല്ലാ പെൺപിള്ളേരോടും പറയണ കഥ ഇത്. ശരി ശരി. 1 മാസത്തേക്ക് സ്മോക്ക് ചെയ്യരുത്. 1 മാസോ? ആ, കുറച്ച് കുറയ്ക്കോ? 2 വീക്സ്. 1 വീക്ക്? പിന്നെന്തിനാണ്? പറ്റണല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. വീണെടുത്തെങ്കിൽ ചിലപ്പോൾ ഞാൻ ട്രൈ ചെയ്തേനെ. എന്നാ ഞാൻ ഒന്നും കൂടെ ചെയ്യട്ടെ? വേണ്ട വേണ്ട, മൈറ്റ്. ഇത് വീണ ഐ ഗെറ്റ് എ കിസ്. നമുക്ക് പോയാലോ? ഇനി ഇവിടെ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോവാം. വിവി, പറന്നേ പോകുന്നേ മേഘങ്ങൾ ആകാശം മേലേ, നടന്നേ നാം നീങ്ങുന്നി മണ്ണിൽ കിനാനൂലിലായി. നിലാവേ നീ എന്നും പോരില്ലേ ഈ ദൂരം കൂടെ, തൊടുന്നേ നാം കൈ നീട്ടി ജീവന്റെ പൂമാലമാകെ. നാം കാണുന്നൊരോമൽ സ്വപ്നങ്ങൾ താരങ്ങളായി മിന്നുന്നേ.
താരങ്ങളായി മിന്നുന്നേ എന്തേ പറ. ഇന്ന് ആക്ച്വലി എനിക്ക് പോകാനൊരു ബസ് വന്നു പോയതാ. മനഃപൂർവ്വം കയറാതിരുന്നതാ. എന്തിന്? നിന്നെ ഒന്നും കൂടെ കാണാൻ. നീ മോളിൽ താഴേക്ക് വരെയല്ലോ. നീ SM പാസ്സായതല്ലേ? പിന്നെ എന്തിനാ അതെടുത്ത് വെച്ചിരിക്കണേ? നമ്മള് ഫസ്റ്റ് ബ്രേക്കപ്പ് ആയിട്ട് പാച്ചപ്പ് ആയില്ലേ? അപ്പം നീ എന്നെ ഇത് പഠിപ്പിച്ചിരുന്നു. ആരും ഓർമ്മക്കൊണ്ട് വെറുതെ വെച്ച. ഇതെന്തിനാ? നീ എൻ്റെ കൂടെ ഉണ്ടാവാൻ. കുഴപ്പമുണ്ടോ? എന്നാ അതെൻ്റെ ഇരിക്കട്ടെ. ഞാൻ വേറെ മേടിച്ചു വലിക്കും. എന്നാലും ഇത് വലിക്കില്ലല്ലോ. പോണ്ടേ? ഒരു ചായ കുടിക്കാനുള്ള സമയമുണ്ട്. വേണം? ഈ ചായ ഞാൻ പൊളിക്കും. നമ്മ പോയി ചായ ഉണ്ടാക്ക്. ഓക്കേ. ചായ കൊള്ളാം. അച്ഛൻ ഭയങ്കര ചായടിക്കാരനായിരുന്നു. മൂപ്പർക്ക് നാദാരത്തൊരു പീടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കമ്മ്യൂണൽ പ്രശ്നമൊക്കെ വന്നത് പൂട്ടി. ഞാനും ഏട്ടനും സ്കൂളും കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവിടെ തന്നെ ഇരിക്കാറ്. ഏട്ടനെപ്പോഴും ചെന്നൈ തന്നെയല്ലേ? ആ. കല്യാണം കഴിയുമ്പോൾ എല്ലാവരും മാറും. വി ഷുഡ് ഗിവ് ദം ദ സ്പേസ്. വീട്ടിൽ വരാത്താണ് അവൻ്റെ സ്പേസ്. ഒരു കൊല്ലമായിട്ട് അവൻ അച്ഛനും അമ്മയും കാണാൻ വന്നിട്ടില്ല. അവരുടെ പ്രശ്നങ്ങൾ അവൻ കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടേ? നീ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്നെക്കൊണ്ടിപ്പോൾ പറ്റാത്തോണ്ടല്ലേ. നീ ഓവർ തിങ്ക് ചെയ്യുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. ചേട്ടൻ ചെന്നൈയിലേക്ക് വരാൻ പറഞ്ഞാലേ ഒന്ന് പോയി നോക്ക്. ചിലപ്പോൾ എല്ലാം ശരിയാവും. ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട വന്നാലും ഞാൻ ഏട്ടൻ്റെ അടുത്തോട്ട് പോകില്ല. എന്നാ പോണ്ട. നീ ഒന്നും ക്ലച്ച് പിടിച്ചില്ലെങ്കിൽ കോളേജിൻ്റെ മുന്നിൽ ഒരു മൊബൈൽ ടീക്കഡ് ഇട്. അത് വർക്കാവും. അത് നല്ല ഐഡിയ ആണല്ലോ. ജസ്റ്റ് ബി കാം ആൻഡ് തിങ്ക്. ഇങ്ങനത്തെ കുറേ നല്ല ഐഡിയാസ് കിട്ടും.
നീ എന്നെ മിസ് ചെയ്യില്ലേ? പിന്നെ കരക്പൂരൊക്കെ പോയി പുതിയ ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ നമ്മളെ പതുക്കെ പതുക്കെ അങ്ങ് മറക്കും അല്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? നിന്റെ മണം. എൻ്റെ ക്യാരക്ടറിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്താ? ഒടുക്കത്തെ പ്ലാനിങ്. എന്ത് പ്ലാനിങ്? എപ്പോൾ പ്രഗ്നൻ്റ് ആയ കരിയറിനെ ബാധിക്കായിരിക്കും എന്ന ലൈനിലുള്ള പ്ലാനിങ്. അതൊരു കുഴപ്പമാണോ? ഇങ്ങനെ കൂടുതൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാ ഡിസാസ്റ്ററിൽ ചെന്ന് ചാടുന്നത്. പ്രത്യേകിച്ച് കൂടെ റൈറ്റ് ആൾക്കാരില്ലെങ്കിൽ. ഓ ആയിക്കോട്ടെ.